ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പിളാണ്. ഒരു മലയാളി, ഒരാൾ തമിഴാണ്. നമുക്ക് പരിചയപ്പെടാം. കിരൺ. ഹായ്, പേരെന്നാ? സെൽവി കൃഷ്ണ. നൈസ്. എൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഓക്കെ. ഇതൊരു കഥയായിട്ട് കാണാം. നിങ്ങൾ ഞാൻ പറയുന്ന സ്റ്റോറിയിലെ കഥാപാത്രങ്ങളാണ്. ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ. ഹണിമൂണൊക്കെ പോയോ? ഹണിമൂൺ പോകല്ല, പ്ലാനിങ്ങിലാണോ? അതെ. പ്ലാനിങ്. ഹണിമൂൺ ഒരു ഹോട്ടലിൽ റൂമുണ്ട്. ആ ഹോട്ടലിലേക്ക് റിസപ്ഷനിൽ കയറി അവരൊരു കീ തന്നു. അപ്പൊ നിങ്ങളെ കീ എടുത്തു റൂമിലേക്ക് പോയി വാതിൽ തുറന്നു. കോട്ട് കാണാം ആ വാളില്. അകത്തേക്ക് പോയി അവിടെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വെച്ച് ചോക്ലേറ്റ്സ് ആണ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഒരു ചോക്ലേറ്റ് കണ്ടു, അതൊന്ന് എഴുതാൻ പറ്റും. നിങ്ങൾ ആ ചോക്ലേറ്റ് ഒക്കെ എടുത്തു ബാഗിൽ വെച്ചു. ഒന്ന് ഫ്രഷ് ആയി പുറത്തേക്ക് വരികയാണ്. ആ ഹോട്ടലിന്റെ പുറത്ത് കുറെ എക്സിബിഷൻ ഒക്കെ നടക്കുന്നുണ്ട്, ഷോപ്പിംഗ്. അപ്പൊ ഇതിനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. പൈസ അതൊന്ന് ക്യാമറയിൽ കാണിച്ചു കൊടുക്കും. லைஃப் இஸ் பெட்டர் வித் ஃப்ரெண்ட்ஸ். சாக்லேட் வந்து டெய்ரி மில்க் சில்கி பபிள். ഗിഫ്റ്റ് வந்து കെ ലെറ്റർ പെൻഡന്റ് ചെയ്തു. ഇതില് റാൻഡം ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഇവിടെ സംഭവിക്കുന്ന ഈ കഥകള് എനിക്ക് മുൻകൂട്ടി അറിയായിരുന്നു. നിങ്ങൾ ഈ ഒരു കഥയിലൂടെ സഞ്ചരിക്കും എന്നുള്ളത് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. കംപ്ലീറ്റ് റാൻഡാണെങ്കിലും ഞാൻ സെർച്ച് ചെയ്താണെങ്കിൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രഡിക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്, നോക്കാൻ പറ്റും. ഓക്കെ. ஹார்ட் வேற வந்துட்டு 5 ஹார்ட்ஸ் தானே எடுத்து 4 ஹார்ட்ஸ் 5 ஹார்ட்ஸ் எல்லாம் നോക്ക്. ഏതായിരുന്നു റൂം? ഈ 54 5. ലൈഫ് ഇസ് ബെറ്റർ വിത്ത് ഫ്രണ്ട്സ് അല്ലേ? சூப்பர் இல்ல? எப்படி நான் போன்ல பார்த்துட்டு நான் ஷாக் ஆயிட்டேன். எப்படி கேட்டு கரெக்டா வந்தேன். நான் இந்த இயரிங் பேரே பண்ண மாட்டேன், வேற ஒரு இயரிங். ஆனா இன்னைக்கு நான் நினைச்சேன் இந்த இயரிங் போடலாம், டிஃப்ரெண்டா இருக்கும். இந்த செட்டுக்கு இது போட்டேன், வேற ஒரு இயரிங் போட்டு பறக்கிட்டு இதை போட்டேன். ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന ആ ഒരു റിലേഷന്റെ അപ്പുറം നമ്മൾ എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ലൈഫ് അടിപൊളിയായിരിക്കും. താങ്ക് യു സോ മച്ച്. ഒരു ഫോട്ടോ എടുക്കാം.